രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റായി അധികാരത്തിൽ കയറിയത് മുതൽ ട്രംപ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വൻ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അനധികൃത കുടിയേറ്റം മുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ലൈക്ക് ചെയ്തതിന് വരെ ട്രംപ് അധികാരങ്ങൾ കയ്യിലെടുത്തു തുടങ്ങി. അനധികൃത കുടിയേറ്റം ഒരു കുറ്റമാണെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ലൈക്ക് ചെയ്തത് ഒരു കുറ്റമല്ല എന്നാണ് ഉന്നതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ക്യാമ്പസ് ആക്ടിവിസമാണ് കാരണമെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ക്യാമ്പസ് ആക്ടിവിസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉടൻ തന്നെ രാജ്യം വിടണം എന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നൂറുകണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഇമെയിലുകൾ അയച്ചു. യുഎസിലെ കോളേജുകളിൽ ഒരു പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഈ പരിപാടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും നിരവധി വിദ്യാർത്ഥികൾ ഇതിന് ലൈക്ക് ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ക്യാമ്പസ് ആക്ടിവിസം എന്ന പേരിൽ ട്രംപ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. കൂടാതെ ഇതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ഉൾപ്പെട്ടതായി ഇമിഗ്രേഷൻ അഭിഭാഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമ്പസ് ആക്ടിവിസത്തിന്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിടുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമായിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റാണോ എന്ന്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ലൈക്ക് ചെയ്തത് തെറ്റാണോ, യുഎസിൽ നിന്ന് പുറത്തു പോകാൻ മാത്രം എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തതെന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടക്കം ചോദിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ക്യാമ്പസ് ആക്ടിവിസത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മാത്രമല്ല, ഓൺലൈനിൽ ഇടപഴകിയവരും ഈ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും കോൺസുലാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ DOS നടത്തുന്ന സോഷ്യൽ മീഡിയ അവലോകനത്തിന്റെ ഭാഗമായാണ് ഈ ഒരു നടപടിയെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൽഫലമായി അക്കാദമിക് സ്റ്റഡി, വൊക്കേഷണൽ സ്റ്റഡി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വിസകൾക്കുള്ള പുതിയ അപേക്ഷകർക്ക് പോലും സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റും വിധേയരാകുകയും യുഎസിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്തേക്കാമെന്നും ഇമിഗ്രേഷൻ അഭിഭാഷകർ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 2023-24 അധ്യയന വർഷത്തിൽ യുഎസിൽ 1.1 ദശലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ 3,31,000 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും ഓപ്പൺ ഡോർസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ആക്സിയോസ് ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ ഹമാസിനെയോ മറ്റ് നിയുക്ത തീവ്രവാദ സംഘടനകളെയോ പിന്തുണയ്ക്കുന്നതിനായി സംശയിക്കുന്ന വിദേശ പൗരന്മാരുടെ വിസ റദ്ദാക്കുന്നതിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന പേരിൽ ഒരു AI അധിഷ്ഠിത സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഏകദേശം വെറും 3 ആഴ്ചകൾക്കുള്ളിൽ 300-ലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദായി. എന്നാൽ റദ്ദായ കാരണം തേടിപ്പോയ വിദ്യാർത്ഥികൾക്ക് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന് വേണ്ടി ബ്യൂറോ ഓഫ് കോൺസുലർ അഫയേഴ്സ് വിസ ഓഫീസ് കാലഹരണ തീയതിയുള്ള F1 വിസ ഭേദഗതി ചെയ്ത പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 221(1) അനുസരിച്ച് റദ്ദാക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. നിയമപരമായ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇല്ലാതെ യുഎസിൽ തുടരുന്നത് പിഴകൾ, തടങ്കൽ, നാടുകടത്തൽ എന്നിവയ്ക്ക് കാരണമാകുമെന്നും ഇത് ഭാവിയിലെ US വിസയ്ക്ക് നിങ്ങളെ അയോഗ്യരാക്കുകയും ചെയ്തേക്കാം എന്ന മുന്നറിയിപ്പുകളും ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. കൂടാതെ നാടുകടത്തപ്പെടുന്ന വ്യക്തിക്ക് അവരുടെ രാജ്യങ്ങൾ ഒഴികെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാമെന്നും നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചു. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ വിസ റദ്ദാക്കപ്പെട്ട വ്യക്തികൾ CBP ഹോം ആപ്പ് ഉപയോഗിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറത്തു പോകാനുള്ള തങ്ങളുടെ ആഗ്രഹം വ്യക്തമാക്കിക്കൊണ്ട് സ്വയം നാടുകടത്തൽ നടത്താമെന്നും അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഷേധ പരിപാടികൾ നേരിട്ട് പങ്കെടുത്തവരെയും ഇത് ഓൺലൈനായി പിന്തുണ നൽകിയവരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്ന നയമാണ് ട്രംപ് ഭരണകൂടം നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോട് അനുഭാവം പുലർത്തുന്നവരെ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്നും വ്യക്തമാക്കി.